ഹലോ മക്കളെ, ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിന് വേണ്ടി എല്ലാ മക്കളും പഠിക്കാൻ വേണ്ടി ആരംഭിച്ചു കഴിഞ്ഞു. നമുക്കിനി 1 ഇയർ ബാക്കിയുണ്ട് 2027 CBSE ബോർഡ് എക്സാമിന് വേണ്ടി. സോ ഒരുപാട് സമയം ബാക്കിയുണ്ടല്ലോ, അതുകൊണ്ട് ഇപ്പോൾ ഒന്നും പഠിക്കണ്ട. നമുക്ക് വളരെ പതുക്കെ കൂളായിട്ട് ഒക്ടോബറോ നവംബറിലോ പഠിക്കാമെന്നായിരിക്കും ബഹുഭൂരിഭാഗം പേരും ചിന്തിക്കാം. ഗൈസ്, അങ്ങനെ ചിന്തിക്കരുത്. നമ്മുടെ കയ്യിൽ 1 ഇയർ ഉണ്ടെങ്കിൽ ഈ കാണുന്ന 1 ഇയറിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ഇപ്പോൾ തീരുമാനിക്കണം. ഇപ്പോൾ തീരുമാനിച്ചിരിക്കണം നമ്മൾ ഇനി വരാൻ വേണ്ടി പോകുന്ന അക്കാദമിക് ഇയറിൽ എങ്ങനെ പഠിക്കണം, എങ്ങനെ പഠിച്ചാലാണ് എനിക്ക് ഫുൾ മാർക്ക് നേടാൻ വേണ്ടി സാധിക്കുക. ഫുൾ പ്ലാൻ ഞാൻ പറയാൻ വേണ്ടി പോകുന്നു. അതായത് നിങ്ങൾ ഏതെല്ലാം മാസം ഏതെല്ലാം പാഠം പഠിക്കണം. മാർച്ച് മാസമാണ്, മാർച്ച് മാസം നിങ്ങൾ ഏതെല്ലാം പാഠം പഠിക്കണം. ഏപ്രിൽ എന്ത് പഠിക്കണം, മെയ് മാസവും ജൂൺ മാസവും ജൂലൈ മാസവും എല്ലാം എന്ത് പഠിക്കണമെന്ന് വളരെ വ്യക്തമായിട്ട് പറയാൻ വേണ്ടി പോകുന്നു. അതോടൊപ്പം തന്നെ ഒറ്റ കാര്യം, എപ്പോൾ നമ്മുടെ റിവിഷൻ ആരംഭിക്കണം. ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിന് ഫുൾ മാർക്കിന് ഏറ്റവും ഗംഭീരമായ സംഭവമാണ് മക്കളെ റിവിഷൻ. റിവിഷൻ ഇല്ലാത്ത പക്ഷം ഒരിക്കലും നമുക്ക് ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിനകത്ത് ഫുൾ മാർക്ക് നേടാൻ വേണ്ടി സാധിക്കില്ല. സോ എപ്പോൾ നമ്മൾ നമ്മുടെ റിവിഷൻ ആരംഭിക്കണം മുതലായിട്ടുള്ള എല്ലാ വിഷയത നിങ്ങളിലേക്ക് ഞാൻ പറയാൻ വേണ്ടി പോകുന്നു. അതുപോലെ തന്നെ ഒറ്റ കാര്യം എനിക്കറിയാം, ഉറപ്പാണ്, ഈ കാണുന്ന വീഡിയോ കാണുന്ന എല്ലാ മക്കളുടെയും എയിം എന്ന് പറയുന്നത് 100% മാർക്കാണ്. ഗൈസ്, ഇപ്പോൾ നിങ്ങൾ 0 ആയിരിക്കാം. ഗൈസ്, യു മേ ബി 0, ബട്ട് അവർ എയിം is always high. We want to score 100%. The first question is, സാധിക്കുമോ, പറ്റുമോ? Can be. കാരണം മാത്സ് എന്ന വിഷയം വളരെ ബുദ്ധിമുട്ടാണ്, എക്കാളും ഡിഫിക്കൽട്ടി ആണ്. മാത്സ് എന്ന് പറയുമ്പോൾ പണ്ട് മുതലേ പേടിയാണ്, ക്ലാസ് 10 എത്തുമ്പോൾ തന്നെ അതിനേക്കാളും പേടിയാണ്. സോ ഞാൻ എങ്ങനെ ചെയ്യും, എങ്ങനെ എനിക്ക് ഈ കാണുന്ന 100% മാർക്കിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും? ഗൈസ്, പറ്റുമോ എന്ന് വെച്ചാൽ ഞാൻ പറയും, നിങ്ങളെ കൊണ്ട് പറ്റും. നിങ്ങൾക്ക് എന്തറിയും, എങ്ങനെ അറിയും, എത്രമാത്രം ബേസിക്സ് അറിയും എന്ന് ഒന്നും ഒരാളും ഈ നിമിഷം ചിന്തിക്കണ്ട. പഠിക്കാനുള്ള മനസ്സും മാത്രം. നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി താല്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന 1 ഇയർ നിങ്ങൾ കട്ടയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ബേസിക്സ് ഉൾപ്പെടെ എല്ലാം സ്ട്രോങ് ആയിക്കൊണ്ട് നമുക്ക് ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിനകത്ത് ഈ ഒരു മാർക്ക് 100% മാർക്കിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ നേരെ പോകുന്ന പോലെ ഞാൻ ഈ കാണുന്ന വീഡിയോക്കകത്ത് ഓരോ മാസം നിങ്ങൾ എന്തെല്ലാം പഠിക്കണം എന്ന് പറയും, അതുപോലെ പഠിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കാം. അതുപോലെ തന്നെ ഞാൻ എന്താണ് പറയുന്നത്, ആ കാണുന്ന ചാപ്റ്റേഴ്സ് നിങ്ങൾ അതുപോലെ തന്നെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ആ കാണുന്ന മന്തിൽ നിങ്ങൾ ആ കാണുന്ന ചാപ്റ്റേഴ്സ് പഠിക്കാൻ വേണ്ടി തീരുമാനിക്കുക. കാരണം വേറെ ഒന്നുമല്ല, അങ്ങനെ പഠിക്കുമ്പോഴാണ് നമുക്ക് വളരെ കൂളായിട്ട് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് എല്ലാം തന്നെ തീരാം. അതുമാത്രമല്ല, നമുക്ക് റിവിഷന് വേണ്ടി സമയം ഉണ്ടാവുക. സോ ഗൈസ്, ആരംഭിക്കാൻ വേണ്ടി പോകുന്നു. നമ്മുടെ മാത്സിന്റെ 1 ഇയർ സ്റ്റഡി പ്ലാനകത്ത് നിങ്ങൾ ഓരോ മാസവും പഠിക്കേണ്ട പാഠങ്ങളുടെ എണ്ണം, അതുപോലെ തന്നെ ഏതെല്ലാം പാഠം പഠിക്കണം എന്നുള്ള എല്ലാ കാര്യവും നിങ്ങൾ എല്ലാവരും തയ്യാറാണ്. ആൻഡ് ഗൈസ്, ശ്രദ്ധിക്കാം, ഇത് മാർച്ച് ആണ്, എല്ലാ സ്കൂൾസും ആരംഭിച്ചു കഴിഞ്ഞു. മാർച്ച് മാസം നിങ്ങൾ പഠിക്കേണ്ട പാഠങ്ങൾ ഗൈസ് നിർബന്ധമായിട്ടും 2 പാഠങ്ങൾ പഠിച്ചിരിക്കണം. ഒന്ന് റിയൽ നമ്പേഴ്സും മറ്റൊന്ന് പോളി നമ്പേഴ്സും. എന്തുകൊണ്ട് 2 പാഠം? ഏപ്രിൽ ഒരു പാഠം മാത്രമേ ഉള്ളൂ, മെയ്യിൽ ഒരു പാഠം മാത്രമേ ഉള്ളൂ. പക്ഷെ എന്തുകൊണ്ട് മാർച്ചിൽ നമുക്ക് 2 പാഠങ്ങൾ? അതിന് ബേസിക്കലി 2 കാരണമുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ 2 പാഠത്തിന്റെയും ഡെപ്ത് കമ്പാരിറ്റീവ്ലി ഭയങ്കര കുറവാണ്. 9th പോളിനോമിയൽസ് ഒരു വലിയ പാഠമായിരുന്നെങ്കിൽ 10th പോളിനോമിയൽസ് ചെറിയ പാഠം. ഓക്കെ, അതുപോലെ തന്നെ 10th റിയൽ നമ്പേഴ്സും ഒരു ചെറിയ പാഠമാണ്. വളരെ സുഖമായിട്ട് പഠിച്ചുകൊണ്ട് ഇനിയുള്ള ദിവസം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാലും വളരെ സുഖമായിട്ട് ഈ പറയുന്ന 2 പാഠം നമുക്ക് എന്താണ് കംപ്ലീറ്റ് ആവാൻ സാധിക്കും. ശ്രദ്ധിക്കണം, മാർച്ച് മാസം നമ്മൾ ഈ 2 പാഠം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ബോർഡ് എക്സാമിന്റെ ഏകദേശം നമുക്കൊരു 8 മാർക്കോളം ഇപ്പോൾ തന്നെ നേടാൻ വേണ്ടി സാധിക്കും. 8 മാർക്സ് ആലോചിക്കുക, ബോർഡ് എക്സാം ഇറ്റ്സ് ഔട്ട് ഓഫ് 80, അതിലെ 8 മാർക്സ് എന്താണ് മാർച്ച് മാസം തന്നെ നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചു. ഓരോ കാര്യവും പഠിക്കുമ്പോൾ അത്രമേൽ ശ്രദ്ധിച്ചു വേണം എല്ലാ മക്കളും പഠിക്കുവാൻ വേണ്ടി. ഒരിക്കലും NCERT ബുക്ക് മാത്രം പഠിച്ചുകൊണ്ട് ഈ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞു എന്ന് ഒരാളും വിശ്വസിക്കരുത്. ഒരാൾ പോലും. NCERT ബുക്കിനകത്തുള്ള ചോദ്യങ്ങൾ മാത്രമല്ല CBSE ബോർഡ് എക്സാമിന് ഉണ്ടാവുക. ഒരുപാട് എക്സ്ട്രാ ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ട്, ഒരുപാട് PYQs വർക്ക്ഔട്ട് ചെയ്തുകൊണ്ട് വേണം നിങ്ങളുടെ ഈ കാണുന്ന ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞു എന്ന് ഉറപ്പിക്കാൻ വേണ്ടി. സോ മാർച്ച് മാസം നമ്മൾ 2 പാഠം പഠിച്ചു, റിയൽ നമ്പേഴ്സ് ആൻഡ് പോളിനോമിയൽസ്. ആ 2 പാഠത്തിന് ശേഷം ഏപ്രിൽ വെക്കേഷനാണ്, കുറെ സമയമുണ്ട്. എന്നിട്ടും നമ്മളുടെ ഒരു പാഠം മാത്രം പറയുന്നു. വൈ ഓൺലി ലീനിയർ ഇക്വേഷൻ? എന്തുകൊണ്ട് ലീനിയർ ഇക്വേഷൻ മാത്രം? ഗൈസ്, അത്രമേൽ എളുപ്പമല്ല. ലീനിയർ ഇക്വേഷൻ എന്നുള്ളൊരു ചാപ്റ്റർ ട്രൂലി സ്പീക്കിംഗ് അത്രമേൽ എളുപ്പമല്ല. ഏത് ഭാഗം ഡിഫിക്കൽട്ട് നിങ്ങൾ മനസ്സിലാക്കണം. എനിക്ക് ഉറപ്പാണ് ബഹുഭൂരിഭാഗം പേർക്കും ഡിഫിക്കൽട്ട് ആയ ഭാഗമാണ് വേർഡ് പ്രോബ്ലംസ്.
ഒരുപാട് സമയമെടുക്കും നമുക്ക് എന്ത് വേർഡ് പ്രോബ്ലം ചെയ്ത് മനസ്സിലാക്കാനായിട്ടും വേർഡ് പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയും ആ കാണുന്ന കോൺസെപ്റ്റുകൾ മുഴുവൻ മനസ്സിൽ ഉറപ്പിക്കുവാൻ വേണ്ടിയും നമ്മൾക്ക് സമയമെടുക്കും. ആ കാണുന്ന സമയമാണ് നമ്മളുടെ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നിങ്ങളെല്ലാവരും വേർഡ് പ്രോബ്ലം ചെയ്യാൻ വേണ്ടി ഒരുപാട് സമയം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ലീനിയർ ഇക്വേഷൻ വരുന്ന ബോർഡ് എക്സാമിന് 5 മാർക്കിന്റെ ഒരു വേർഡ് പ്രോബ്ലം നമ്മളുടെ ഈ മാസം തന്നെ കുപ്പിയിലാക്കാൻ വേണ്ടി പോവാം. ബാക്കി ഇനി MCQ ഉണ്ട്, 2 മാർക്ക് ചോദിക്കാം. പക്ഷേ ഒരു 5 മാർക്ക് വേർഡ് പ്രോബ്ലം അത് ഈ 2 ചാപ്റ്റേഴ്സിലെ ഏതെങ്കിലും ഒന്നായിരിക്കും ഉണ്ടാവുക. ഒന്നുകിൽ ക്വാഡ്രാറ്റിക് അല്ലെങ്കിൽ ലീനിയർ. 2 പാഠത്തിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ലീനിയർ ഇക്വേഷന്റെ വേർഡ് പ്രോബ്ലം പഠിക്കുന്നു. ആ കാണുന്ന വേർഡ് പ്രോബ്ലം പഠിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഓരോ ടൈപ്പും പഠിക്കണം. അതായത് ഒരുപാട് ടൈപ്പുകളുണ്ട്. ഫസ്റ്റ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ മക്കളെ പ്രോബ്ലംസ് ബേസ്ഡ് ഓൺ നമ്പേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട് ഉള്ള ക്വസ്റ്റ്യൻ. 2 ബേസ്ഡ് ഓൺ ഏജ്. അതായത് അറിയാമായിരിക്കും അച്ഛന്റെ വയസ്സ് X ആണ്, മകന്റെ വയസ്സ് അച്ഛനേക്കാളും ഒരു 3 ഭാഗം കുറവാണ് എങ്കിൽ എത്രയായിരിക്കും മകന്റെ വയസ്സ്? അങ്ങനെ ഒരുപാട് ചോദ്യം നിൽക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടു കാണാൻ തന്നെ അത്തരത്തിലുള്ള ഏജിന്റെ ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾ ചെയ്യണം. അപ്പോൾ ഞാൻ പറയുന്ന കാര്യമുണ്ട്, വേർഡ് പ്രോബ്ലം പഠിക്കുമ്പോൾ മിക്സ്ഡ് ആക്കി പഠിക്കരുത്. നമ്പേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല, ആ കാണുന്ന നമ്പേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾ പഠിക്കുക. നമ്പേഴ്സിന് ശേഷം എന്ത് ചെയ്യുക? നിങ്ങൾ നേരെ ഏജിലേക്ക് പോവാം. നമ്പേഴ്സും ഏജും കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഡിസ്റ്റൻസ്, സ്പീഡ്, ടൈം. ഉറപ്പാണ് ഒരുപാട് പേർക്ക് ഈ കാണുന്ന ഭാഗം ഡിഫിക്കൽട്ട് ആയിരിക്കും. ഡിസ്റ്റൻസ്, സ്പീഡ് ആൻഡ് ടൈം കറക്റ്റ് ഡിഫിക്കൽട്ടി. ആ കാണുന്ന ഡിഫിക്കൽട്ടി ഈസി ആക്കണമെങ്കിൽ ഈ കാണുന്ന ടൈപ്പിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ ചെയ്ത് അത് മാത്രം പഠിക്കണം. ആൻഡ് ദെൻ മൂവിങ് ഓൺ, നമ്മൾ 4ാമത്തെ ഭാഗമായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടത് ഏരിയ ആൻഡ് പെരിമീറ്റർ, അങ്ങനത്തെ ടോപ്പിക്. സോ ഇത്തരത്തിൽ ഒരുപാട് സബ് ടോപ്പിക്സ് ആയിട്ട് നമ്മൾ നമ്മുടെ വേർഡ് പ്രോബ്ലത്തെ മാറ്റണം. എന്നിട്ട് വേണം പഠിക്കുവാൻ വേണ്ടി. എന്നാൽ മാത്രമാണ് നമുക്ക് ഈസി ആയിട്ട് വേർഡ് പ്രോബ്ലം ക്രാക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. അല്ലാത്ത പക്ഷം വേർഡ് പ്രോബ്ലം ഒരിക്കലും ഈസി അല്ല. നമ്മുടെ അസ്തറബാച്ച് ആയിക്കോട്ടെ, സൈലം ഗേറ്റ് ആയിക്കോട്ടെ, എല്ലാത്തിലും നമ്മൾ ഇത്തരത്തിൽ സബ് ടോപ്പിക്സ് ആയിട്ട് വേർഡ് പ്രോബ്ലം സെക്ഷനെ ഡിവൈഡ് ചെയ്തുകൊണ്ടായിരിക്കും ക്ലാസ്സുകൾ മുന്നോട്ട് പോകുക. ഒരിക്കലും വേർഡ് പ്രോബ്ലം ആരംഭിച്ചു എന്ന് പറഞ്ഞിട്ട് എല്ലാതും മിക്സ് ആക്കിയല്ല പഠിപ്പിക്കുക. ആദ്യം നമ്മൾ എന്ത് ചെയ്യും? നമ്പേഴ്സ് മാത്രം പഠിപ്പിക്കും. പിന്നെ എന്ത് ചെയ്യും? ഏജ് മാത്രം പഠിപ്പിക്കും. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? പിന്നെ ഡിസ്റ്റൻസ്, സ്പീഡ്, ടൈമിലേക്ക് പോകും. പിന്നെ വർക്ക് ഡണിലേക്ക് പോകും. ആൻഡ് ദെൻ ഗൈസ് ഏരിയയിലേക്ക് പോകും. അങ്ങനെ ഒരുപാട് സബ് ടോപ്പിക് ആയിട്ടാണ് സൈലത്തിന്റെ അസ്ത്ര ബാച്ചിലെ ക്ലാസ്സുകൾ പോവുക. അതുപോലെ തന്നെയാണ് സൈലം ഗൈഡും നിങ്ങളിലേക്ക് ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് അങ്ങനെ തന്നെ പഠിക്കാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമാണ് നമുക്ക് ഈസിലി ആ ഭാഗം നമ്മുടെ മനസ്സിലുണ്ടാവുകയുള്ളൂ. ഗൈസ് പ്ലീസ് ഫോളോ ദിസ്. ദയവ് ചെയ്ത് ഇങ്ങനെ പഠിക്കാതിരിക്കരുത്. ദയവ് ചെയ്ത് ഇറ്റ്സ് മൈ റിക്വസ്റ്റ്. കാരണം ബോർഡ് എക്സാമിന്റെ തലയാഴ്ച പോലും എല്ലാവരും ചോദിക്കും, സാറേ പേടി വേറൊന്നുമല്ല, വേർഡ് പ്രോബ്ലം എനിക്ക് മനസ്സിലാവുന്നില്ല. ഏത് പാഠമാണെന്ന്, അത് ലീനിയർ ആണോ, അത് ക്വാഡ്രാറ്റിക് ആണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിന് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട എത്ര മാത്രമാണ് പ്രോബ്ലം ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് പഠിക്കാം. അത് ലീനിയറുള്ള സെയിം ടോപ്പിക് തന്നെയാണ് നമുക്ക് എവിടെ ഉണ്ടാവുക? ക്വാഡ്രാറ്റിക്കിലും ഉണ്ടാവുക. ഓക്കെ, യാതൊരു മാറ്റവുമില്ല. ഇതേ ടൈപ്പ് വേർഡ് പ്രോബ്ലം നമുക്ക് എന്താണ് മക്കളെ? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ടാകും. നമ്മൾ അവിടെയും ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കും. അപ്പോൾ 2 ചാപ്റ്ററിന്റെയും വേർഡ് പ്രോബ്ലം കംപ്ലീറ്റ് എന്ത് ചെയ്യാം? ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസിലി സ്കോർ ചെയ്യാൻ സാധിക്കും. വേർഡ് പ്രോബ്ലം കാരണം മാത്രമാണ് നിങ്ങൾക്ക് ലീനിയർ ഇക്വേഷൻ 1 മാസം ഫുള്ള്. ക്വാഡ്രാറ്റിക് 1 മന്ത് ഫുൾ ഉണ്ടല്ലോ, 1 മന്ത് ഫുൾ ഇല്ല. ഇവിടെ നിങ്ങൾക്ക് ഒരു 15 ഡേയ്സ് മാത്രമേ ഉള്ളൂ. 15 ഡേയ്സ്. ഇവിടെ ഈ ചാപ്റ്ററിനകത്ത് വേർഡ് പ്രോബ്ലം പഠിച്ച കുട്ടിയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ക്വാഡ്രാറ്റിക്കലി വേർഡ് പ്രോബ്ലം അത് ഈസി ആയിരിക്കും. ഇറ്റ് വിൽ ബി ഈസി. ആയതിനാൽ 15 ഡേയ്സിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. മെയ് അല്ലേ, എനിക്ക് മെയ് 30 വരെ ഉണ്ടല്ലോ. ബാക്കി ഡേയ്സോ? ഗൈസ്, എല്ലാ സ്കൂൾസിനകത്തും എനിക്ക് ഉറപ്പാണ് ജൂൺ മാസം സ്കൂൾ ആരംഭിക്കുമ്പോൾ ഒരു എക്സാം ഉണ്ടാവും. ഭൂരിഭാഗം സ്കൂൾസ് എന്താണ്? എക്സാം ഉണ്ടാവും. ആ കാണുന്ന എക്സാമിന് നമുക്ക് റിവൈസ് ചെയ്യണ്ട, റിവിഷന് വേണ്ടിയുള്ള സമയം. നമ്മളുടെ പഠിച്ച 4 പാഠങ്ങൾ അതിന്റെ റിവിഷനുള്ള സമയമാണിത്. റിവിഷൻ എപ്പോൾ? മെയ് 15 to മെയ് 31. മാത്സ് മാത്രമല്ല, നിങ്ങൾ സയൻസ് റിവൈസ് ചെയ്യണം, നിങ്ങൾ SS റിവൈസ് ചെയ്യണം. മക്കളെ, നമ്മളുടെ അസ്ത്ര ബാച്ചിനകത്തും ഇതുപോലെ തന്നെയാണ് റിവിഷൻ പോവുക. അസ്ത്ര ബാച്ചിൽ നമ്മൾ മെയ് 16 മുതൽ മെയ് 31 വരെ നിങ്ങൾക്ക് വേണ്ടിയുള്ള റിവിഷൻ ക്ലാസ്സുകൾ ഉണ്ടാകും. ഏറ്റവും വിവരമായിട്ട് നിങ്ങളുടെ
സ്കൂളിനകത്ത് ഫസ്റ്റ് ടൈം എക്സാം ഉണ്ടെങ്കിൽ ആ കാണുന്ന ഫസ്റ്റ് ടൈം എക്സാമിന് വേണ്ടി നിങ്ങളെ പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടി സൈലത്തിനകത്ത് മെയ് 15 to May 31, മെയ് 15 മുതൽ മെയ് 31 വരെ നിങ്ങൾക്ക് മക്കളെ അസ്ത്ര ബാച്ചിൽ റിവിഷൻ ആണ്. അസ്ത്ര റിവിഷൻ. ഓക്കെ, അസ്ത്ര റിവിഷൻ. ഈ കാണുന്ന റിവിഷൻ, അയ്യോ അത് കാണുന്നില്ലേ, മെയ് 15 നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഫുൾ പാഠം ബാച്ച് റിവിഷൻ നമ്മൾ എന്ത് ചെയ്യും മക്കളെ? ഈ പറയുന്ന ഫുൾ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് വേണ്ടി റിവൈസ് ചെയ്യും, ഒന്നും കൂടി പഠിക്കും. അപ്പോൾ അസ്ത്ര ബാച്ച് കുട്ടിയാണെങ്കിൽ ഒരു വട്ടം ചാപ്റ്റർ എടുക്കുമ്പോൾ പഠിച്ചു, ഒരു വട്ടം ഇപ്പോൾ വീണ്ടും റിവൈസ് ചെയ്യാൻ പഠിച്ചു. ഇങ്ങനെ നമ്മൾ പഠിക്കണം. അപ്പോൾ ഈ കാണുന്ന ഒരു ഭാഗവും നമ്മുടെ മൈൻഡിൽ നിന്ന് ഒരിക്കലും വിട്ടുപോയില്ല. ഇങ്ങനെ നമ്മുടെ മെയ് മാസം കഴിഞ്ഞു, സ്കൂൾ ആരംഭിക്കാൻ വേണ്ടി പോകുന്നു. ജൂൺ മാസമാണ്, ഒരു ചെറിയ എക്സാം ഉണ്ടോ എല്ലാ സ്കൂൾസിനകത്തും. ആ എക്സാമിന് ശേഷം ഏറ്റവും അധികം നമ്മൾ പഠിച്ചു തീർക്കേണ്ട മാസങ്ങളാണ് മക്കളെ ജൂണും ജൂലൈ. ബിക്കോസ് സ്കൂൾ ആരംഭിക്കുന്നു, വീണ്ടും പഠിക്കാൻ ആവേശം കൂടുതലാണ്, അധികം വർക്കുകൾ ഉണ്ടാവില്ല, പെൻഡിങ് ബാക്ക്ലോഗ്സ് ഒന്നും ഉണ്ടാവുകയില്ല. നമുക്ക് ഫുള്ളി ആവേശത്തിൽ സ്കൂൾ എന്നാണ് മറ്റ് ആക്ടിവിറ്റീസ് ഇപ്പോൾ പറയുന്ന ആർട്സ് ആയിക്കോട്ടെ സ്പോർട്സ് ആയിക്കോട്ടെ ഒന്നും ഇല്ലാത്ത മാസമായിരിക്കും ജൂൺ ജൂലൈ. അപ്പോൾ ആ കാണുന്ന ആർട്സിനും സ്പോർട്സിന് വേണ്ടിയുള്ള സമയം പോലും മാറ്റിവെക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ജൂൺ ജൂലൈ മാസത്തിനകത്ത് ഏറ്റവും ഗംഭീരമായിട്ട് പഠിക്കാൻ വേണ്ടി തയ്യാറാവണം. ആൻഡ് ഗൈസ്, ഈ രണ്ട് ചാപ്റ്റേഴ്സ് AP-യും അതുപോലെ കോർഡിനേറ്റ് ജോമെട്രിയും രണ്ട് സിമ്പിൾ ചാപ്റ്റേഴ്സ് ആണ്, വളരെ സുഖമായിട്ട് മാർക്ക് നേടാൻ പറ്റും. ഈ കാണുന്ന രണ്ട് ചാപ്റ്റേഴ്സ് നിങ്ങൾ നിർബന്ധമായിട്ടും ജൂൺ മാസം പഠിക്കണം. ആൻഡ് ദെൻ ഗൈസ്, ജൂലൈ വരുമ്പോൾ നിങ്ങൾക്ക് ഒരു പാഠം മാത്രം ഉൾപ്പെടുത്തിയുള്ളൂ. വൈ എന്തുകൊണ്ട് വൺ ചാപ്റ്റർ? ജൂലൈ താൻ തന്നെ പറഞ്ഞു ഒരുപാട് പാഠം പഠിക്കാൻ വേണ്ടിയുണ്ട്, ഒരുപാട് സമയം പഠിക്കാൻ വേണ്ടിയുണ്ട്, എന്നിട്ട് എന്തുകൊണ്ട് ഓൺലി വൺ ചാപ്റ്റർ? ഗൈസ്, ദി റീസൺ ഇസ് ദാറ്റ് toughest chapter. ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിനകത്ത് ഏറ്റവും അധികം ടഫസ്റ്റ് ചാപ്റ്റേഴ്സിൽ ഒന്നാണ് മക്കളെ ട്രയാങ്കിൾസ്. ഓഗസ്റ്റ് 1 നമുക്ക് എന്താണ് ഓഗസ്റ്റിനകത്ത് ട്രിഗണോമെട്രി നിങ്ങൾ എല്ലാവരും ആദ്യമായിട്ട് കേൾക്കാൻ വേണ്ടി പോകുന്ന 10th CBSE-ക്കകത്ത് ബഹുഭൂരിഭാഗം പേരും ഡിഫിക്കൽറ്റി പറയുന്ന ചാപ്റ്റേഴ്സ് ട്രിഗണോമെട്രി. നിങ്ങൾ ആലോചിക്കാം, 10th CBSE-ലെ ഏറ്റവും ഡിഫിക്കൽട്ടായ പാഠം നമ്മൾ ഓഗസ്റ്റ് ആകുമ്പോഴേക്കും പഠിച്ചു തീർക്കാണ്. ഓഗസ്റ്റ്. ആൻഡ് ദെൻ ഇനി ഒരു പാഠം കൊണ്ടാണ് പിന്നെയും എല്ലാവരും ഡിഫിക്കൽറ്റി പറയുക, അത് പിന്നീട് പറയാം. അപ്പോൾ ഓഗസ്റ്റ് മാസം നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഏകദേശം ഒരു 15th വരെ മാത്രമാണ് പഠിക്കുക. 15th. ബാക്കി സമയമോ മക്കളെ എല്ലാ സ്കൂൾസിനകത്തും ഓണം എക്സാംസ് ഉണ്ടാകുമല്ലോ. അപ്പൊ ആ കാണുന്ന ഓണം എക്സാമിന് വേണ്ടി നമ്മൾ റിവൈസ് ചെയ്യണ്ടേ, റിവിഷന് വേണ്ടി മാറ്റിവെക്കുക. ഓണമെല്ലാം ആഘോഷിച്ചു കഴിഞ്ഞു. ആൻഡ് ദെൻ നമ്മൾ സെപ്റ്റംബർ വരുമ്പോൾ അവിടെ നമുക്ക് രണ്ട് പാഠമുണ്ട്, വളരെ 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 ചെറുതായിട്ട് പഠിക്കാൻ വേണ്ടി സാധിക്കുന്ന വളരെ സ്മോൾ ചാപ്റ്റേഴ്സ്. ഒന്ന് ഹൈറ്റ്സ് ആൻഡ് ഡിസ്റ്റൻസ് അഥവാ അപ്ലിക്കേഷൻ ഓഫ് ട്രിഗണോമെട്രി, ഇതിന്റെ പേരാണ് മക്കളെ അപ്ലിക്കേഷൻ ഓഫ് ട്രിഗണോമെട്രി. അതോടൊപ്പം തന്നെ ഏരിയ റിലേറ്റഡ് ടു സർക്കിൾസ്. ഓക്കെ, ഇങ്ങനെ രണ്ട് പാഠമാണ് നമുക്ക് ഈ കാണുന്ന ഭാഗത്ത് പഠിക്കാൻ വേണ്ടിയുള്ളത്. ഇതോടൊപ്പം തന്നെ ഒറ്റ കാര്യം പറയട്ടെ, നിങ്ങൾക്ക് ഇവിടെ ഗ്യാപ്പ് ഉള്ളപ്പോൾ ഈ കാണുന്ന ഗ്യാപ്പിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? സർക്കിൾസ് എന്ന് പറഞ്ഞ പാഠം കൂടി പഠിക്കണം. സർക്കിൾസ് ഏതാ ഗ്യാപ്പ്? ആ കാണുന്ന ഗ്യാപ്പിന്റെ പേരാണ് ഓണം വെക്കേഷൻ. ഓണം വെക്കേഷനകത്ത് എല്ലാ മക്കളും നിർബന്ധമായിട്ടും പഠിക്കേണ്ട പാഠമാണ് മക്കളെ സർക്കിൾസ്. അപ്പോൾ അത് നോട്ട് ചെയ്യാട്ടോ. ഓണം വെക്കേഷൻ, ഓണം ആ സമയം പഠിക്കണം. ചാപ്റ്ററിന്റെ പേര് സർക്കിൾസ്. എന്തുകൊണ്ട് ഓണം വെക്കേഷൻ സർക്കിൾസ്? ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിനകത്ത് മൊത്തമായിട്ട് പറയുമ്പോൾ 3 പാഠമാണ് എല്ലാവരും ഡിഫിക്കൽട്ടി പറയാം. 1 ട്രയാങ്കിൾസ്, 2 ട്രിഗണോമെട്രി, 3 എന്ന് പറഞ്ഞാൽ അത് സർക്കിൾസ് ആണ്. ഇങ്ങനെ ഈ കാണുന്ന 3 പാഠം നമ്മൾ 2026 ഓണമാകുമ്പോഴേക്കും പഠിച്ചു തീർത്ത് കഴിഞ്ഞാൽ ആൻഡ് ഗൈസ് പിന്നെ ഈസിയാണല്ല, പിന്നെ ബാക്കിയെല്ലാം ഈസിയാണ്. അപ്പോൾ ഈ കാണുന്ന ഓണമാണ് നമ്മുടെ ഫോക്കസ് വരേണ്ടത്. ഓണത്തിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ ഈ കാണുന്ന 2 പാഠവും ആൻഡ് ദെൻ 3ാമത്തെ പാഠം നമ്മൾ ഓണം വെക്കേഷനും കൂടി പഠിക്കുമ്പോൾ ഓണം കഴിയുന്നു, നമ്മൾ ടഫസ്റ്റ് ആയിട്ടുള്ള 3 പാഠവും തീരുന്നു. ആൻഡ് ദെൻ ആണ് നമ്മൾ സെപ്റ്റംബറിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? വീണ്ടും 2 ഈസി പാഠങ്ങൾ, ഒന്ന് ഹൈറ്റ്സ് ആൻഡ് ഡിസ്റ്റൻസും ആൻഡ് ഗൈസ് ദെൻ ഏരിയ റിലേറ്റഡ് സർക്കിൾസും. നിങ്ങൾ മനസ്സിലാക്കണം, ടെക്സ്റ്റ് ബുക്ക് ഓർഡർ ഇങ്ങനെയല്ല. ടെക്സ്റ്റ് ബുക്ക് ഓർഡർ ട്രിഗണോമെട്രി കഴിഞ്ഞാൽ പിന്നെ ഹൈറ്റ്സ് ആൻഡ് ഡിസ്റ്റൻസ് ആണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ട്രിഗണോമെട്രി കഴിഞ്ഞാൽ ഓണം വെക്കാൻ സമയമുണ്ടാകും, അതുകൊണ്ട് ഫുള്ളി സർക്കിൾസ് പഠിക്കും. കാരണം അത് പഠിക്കാൻ വേണ്ടി സമയം വേണം, സമയം ഉണ്ടാവണം, നിങ്ങൾ സമയം ഉണ്ടാക്കണം. മൂവിങ് ഓൺ.
പിന്നെ ഒക്ടോബർ ആകുമ്പോൾ എനിക്കറിയാം പല സ്കൂൾസിലും എന്താണ് വീണ്ടും എക്സാംസ് ഉണ്ടാകും. ചിലപ്പോൾ എന്താണ് മിക്ക സ്കൂൾസിലും സെക്കൻഡ് ടൈം എക്സാം ഉണ്ടാകും. ആ കാണുന്ന സെക്കൻഡ് ടൈം എക്സാമിന് വേണ്ടി നമുക്ക് റിവിഷൻ വേണം. ആ റിവിഷന് വേണ്ടി നിങ്ങൾക്കുള്ള റിവിഷൻ ക്ലാസ് എല്ലാം തന്നെ ഞങ്ങൾ നൽകും. ആ റിവിഷന് വേണ്ടിയാണ് ഞാൻ ഒരു ഒറ്റ പാഠം മാത്രമേ ഒക്ടോബർ മന്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ആൻഡ് ഇറ്റ്സ് വൺ ഓഫ് ദി സിംപ്ലസ്റ്റ് ചാപ്റ്റർ, സർഫസ് ഏരിയൻ വോളിയം. ഓൺലി കാൽക്കുലേഷൻ മാത്രം പേടിക്കണം, വേറെ ഒരു കാര്യം പേടിക്കണ്ട, വേറെ ഒന്നും പേടിക്കണ്ട. കാൽക്കുലേഷൻ മാത്രം ഒന്ന് ശ്രദ്ധിക്കണം. ആ കാണുന്ന കാൽക്കുലേഷൻ കൂടി ഒന്ന് നിങ്ങൾ ഓക്കെ ആക്കുകയാണെങ്കിൽ ഈ ചാപ്റ്റർ വളരെ ഈസിയാണ്. 10-12 ഡേയ്സ് എല്ലാം അറ്റ്മോസ്റ്റ് മാക്സിമം മതി ഈ ചാപ്റ്റർ ക്രാക്ക് ചെയ്യാനായിട്ട്. ആൻഡ് അവസാനമായിട്ട് 2 പാഠം കൂടി, സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോബബിലിറ്റി ഇൻ ദി മന്ത് ഓഫ് നവംബർ. ഇതൊക്കെ പഠിക്കാനുണ്ട് മക്കളെ. 2 ഡേയ്സ് പ്രോബബിലിറ്റിക്ക് വേണ്ട ആവശ്യം 2 ഡേയ്സ്. സ്റ്റാറ്റിസ്റ്റിക്സോ അത് പിന്നെയും വേണം ഒരു 4 ഡേയ്സ് പറയാം. ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിനകത്ത് 2 ഈസിയസ്റ്റ് ചാപ്റ്റേഴ്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോബബിലിറ്റി. പക്ഷെ ഒരുപാട് പേർക്ക് മാർക്ക് പോകുന്ന ചാപ്റ്ററിന്റെ പേരും അത് സ്റ്റാറ്റിസ്റ്റിക്സ് തന്നെയാണ്, വേറൊന്നുമല്ല, കാൽക്കുലേഷൻസ്. സോ അങ്ങനെ കാൽക്കുലേഷൻ എല്ലാം ഈസി ആക്കിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ 2 ചാപ്റ്റേഴ്സ് പഠിക്കണം. ഇതാണ് നിങ്ങൾ നവംബർ മാസം പഠിക്കേണ്ടത്. ഇനിയും കുറെ മാസമുണ്ടല്ലോ, എനിക്ക് എന്റെ എക്സാം വരാൻ വേണ്ടി പോകുന്നത് ഫെബ്രുവരി മാസമാണല്ലോ. ഡിസംബർ ഉണ്ട്, ജനുവരി ഉണ്ട്, ഫെബ്രുവരി ഹാഫ് വരെ ഉണ്ട്. എന്തിന് ഇത്ര നേരം തീർക്കണം? ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, നമ്മുടെ എയിം ഒരിക്കലും മക്കളെ അത് ഒരു 50%ഓ 60%ഓ അല്ല. നമ്മുടെ എയിം ഗൈസ് ഇസ് 100%. ഇറ്റ്സ് 100%. 100%ന് ഏറ്റവും അധികം ആവശ്യം, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഇറ്റ്സ് റിവിഷൻ. നമ്മുടെ എയിം എന്താണ്? 100%. അത് ഹൗ? ഓൺലി പോസിബിൾ വേ. ഈ കാണുന്ന സ്കെഡ്യൂൾ ഫോളോ ചെയ്യുക. ആൻഡ് ദെൻ റിവിഷൻ നമ്മൾ ആരംഭിക്കുന്നു ഡിസംബർ മുതൽ. ഡിസംബർ മുതൽ എല്ലാ മക്കളും കട്ടയ്ക്ക് ഗംഭീരമായിട്ട് റിവൈസ് ചെയ്യാൻ വേണ്ടി ആരംഭിക്കണം. ഡിസംബറും ജനുവരിയും നമ്മൾ റിവൈസ് ചെയ്തുകൊണ്ട് ഏറ്റവും ഗംഭീരമാക്കി മാറ്റിക്കൊണ്ട് നമ്മൾ ഫെബ്രുവരി മാസം നമ്മുടെ ബോർഡ് എക്സാമിനെ നേരിടാൻ വേണ്ടി പോകും. അപ്പോൾ ഇങ്ങനെ തന്നെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം മക്കളെ. ഡിസംബർ മാസമാണ് അസ്ത്ര ബാച്ചിനകത്ത് നിങ്ങൾക്ക് വേണ്ടിയുള്ള റിവിഷൻ ക്ലാസ്സുകൾ ആരംഭിക്കുക. ഡിസംബർ 1 മുതൽ നമ്മുടെ അസ്ത്ര ബാച്ചിൽ റിവിഷൻ ക്ലാസ്സുകൾ ഉണ്ടാവും. എനിക്കറിയാം ഇപ്പോഴും ഒരുപാട് പേര് എന്താണ് അസ്ത്ര ബാച്ചിനകത്ത് ജോയിൻ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് എല്ലാവർക്കും എന്താണ് ഈ പറയുന്ന റിവിഷൻ ക്ലാസ്സിലേക്കും അതുപോലെ തന്നെ അസ്ത്ര ബാച്ചിന്റെ ഓരോ ചാപ്റ്റർ വൈസും ഈ കാണുന്ന മന്ത്ലി സ്കെഡ്യൂൾ ഇതുപോലെ തന്നെ കീപ്പ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അതിനെ ഡെപ്തിൽ പഠിപ്പിച്ചു പോകുന്ന സൈലത്തിന്റെ അസ്ത്ര ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ഒരുപാട് പേർക്ക് ഇപ്പോഴും താല്പര്യമുണ്ട്. സോ എല്ലാ മക്കളും ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിന് നമുക്ക് ഫുൾ മാർക്ക് നേടാം. അതിനുവേണ്ടി ചരിത്ര മാത്രമാണ് ഗൈസ്. ഈ ഒറ്റ ഫോൺ നമ്പർ 9995400800. അതുപോലെ തന്നെ സൈലത്തിന്റെ ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിന് വേണ്ടിയുള്ള ഗൈഡ് അതിപ്പോൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. എല്ലാ മക്കളും ഈ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് ഇപ്പോൾ തന്നെ സൈലം ഗൈഡ്സ് വാങ്ങുക. ഏറ്റവും ഗംഭീരമായിട്ട് നമുക്ക് പഠിച്ചുകൊണ്ട് ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിനകത്ത് ഫുൾ മാർക്ക് ഉറപ്പിക്കാം. സോ അസ്ത്ര ബാച്ച് വരൂ. ക്ലാസ് 10 CBSE ബോർഡ് എക്സാം ഫുൾ മാർക്ക് ഉറപ്പിക്കാം ഗൈസ്. ബൈ. താങ്ക് യു ആൻഡ് സൈനിങ് ഓഫ് അഫ്നാസ് ഫ്രം സൈലം ലേണിംഗ്. എല്ലാവരും ഈ കാണുന്ന സ്കെഡ്യൂൾ ഫോളോ ചെയ്തുകൊണ്ട് തന്നെ ക്ലാസ് 10 CBSE ബോർഡ് എക്സാം പഠിക്കാൻ ശ്രമിക്കാം. ഒന്നും നമുക്ക് ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിൽ ഫുൾ മാർക്ക് നേടാം. ബൈ.